അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൺമാസ്കിംഗ് അനോമലീസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ? ഡെയിലി എന്നുള്ള പോലെ നമ്മളിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് കാലമായി ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അൺമാസ്കിങ്ങിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഒരുപക്ഷെ അൺമാസ്കിങ്ങിൻ്റെ ആദ്യ കാലം മുതൽ ഇതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പലപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. റീസെൻ്റ്ലി ആണ് നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് കാലങ്ങളായി ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്റ്റുഡിയോ ടൂർ കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് കടക്കാം അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, അൺമാസ്കിംഗ് അനോമലീസിൻ്റെ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒന്നിതാ നമ്മുടെ ഷിയാദ് കേടുണ്ട്, ഷിയാദ് ഹസൻ. നമ്മുടെ ഒന്നാമത്തെ ക്ലബ് ഹൗസിൻ്റെ ചർച്ചയിൽ അല്ലേ, നമ്മൾ ഒരുപാട് ചർച്ചകളൊക്കെ അൺമാസ്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തെ ക്ലബ് ഹൗസിൻ്റെ ചർച്ചയിൽ മോഡറേറ്ററായിട്ട് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അല്ലേ? ഇപ്പോൾ എന്ത് തോന്നുന്നു? വലിയ സന്തോഷമുണ്ട് ഈ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. ക്ലബ് ഹൗസ് സമയത്തൊക്കെ ഞാനൊക്കെ ഇതിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ പഠനം, തിരക്കുകൾ, അതിൻ്റെ ഇടയിൽ ഒഴിവിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. സ്റ്റുഡിയോയിലും ഇതിന് മുന്നായിട്ട് വന്നിരുന്നു. വലിയ സന്തോഷമുണ്ട് ഈ ഒരു ജേണി. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പഠിച്ചാൽ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണുന്നുണ്ടാവും. നമ്മുടെ പിന്നെ കുറേ ഗടാഗടിയന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ ഒരു ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഷാഫി വില്ലൻ. ഷാഫിക്ക, നമ്മുടെ ഇൻ്റലക്ച്വൽ ഹെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം മൂപ്പരെ. അപ്പം നമ്മുടെ ഇൻ്റലക്ച്വൽ ഹെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് ഇവിടെ ഒരു എഡിറ്റിംഗ് വർക്കിലൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ യു എനെ സംബന്ധിച്ചിടത്തോളം ഒരു യു എൻ്റെ ജേണി ഇത്രത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ യു എയിൽ ഏകദേശം അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരു 100 സബ്സ്ക്രൈബറൊക്കെ ആയ സമയത്ത് തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നോക്കിയാണ് ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് അത് ഒരു വലിയ വളർച്ചയ്ക്ക് എത്തി. ഒരു കാര്യം, 100K എത്തിയില്ലേ? അതെ അതെ, 100ൽ നിന്ന് 100K ആ ജേണിയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് വലിയൊരു സന്തോഷമാണ്. ഇനിയും ഇത് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇവിടെ എന്തൊക്കെ ഉള്ളത്? സ്റ്റുഡിയോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 3 ക്യാമറ ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ നമുക്കൊരു പോഡ്കാസ്റ്റ് ടേബിള്, പിന്നെ ഉള്ളത് നമ്മളെ മിക്സർ ഉണ്ട്. ഇതാ ഇവിടെ കാണാം. ഇത് മുമ്പൊരു ടീം വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സ്ക്രീൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റുഡിയോയിൽ ഒരു ഓവറോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ നിലക്കാണ് നമ്മുടെ സ്റ്റുഡിയോ ടൂറിലേക്ക് വരുമ്പം ഇനി നമുക്ക് പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എപ്പോഴും നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ വീഡിയോസിലൊക്കെ കാണുന്ന ആൾക്കാരിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യു എൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ്. അപ്പം ഇനി നമ്മുടെ യു എൻ്റെ ഒരു ജേണി ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലബ് ഹൗസിൻ്റെ കാലഘട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് സ്ക്രോൾ ചെയ്യുമ്പോൾ വന്നതിൻ്റെ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഈ ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ യു എയുടെ ഒരു ജേണി ഉണ്ടല്ലോ, അതിലേക്ക് പോകാനുണ്ട്. അതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ വലിയ ജോലികളിലാണ് ചില ആൾക്കാരൊക്കെ ഉള്ളത്. എന്താണ് ഇവിടെ പണി? എന്താണ്? ഒന്നുമില്ല, ഒരു എഴുത്ത്, അതിൻ്റെ പ്രൂഫ് ചെക്ക് ചെയ്യുന്നതിലാണ്. ബസിലിക്ക വേറെ വീഡിയോൻ്റെ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ 1-2 പണികളിലാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോകാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ടൂറിൻ്റെ കൂടെ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ മൊത്തം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് 100K കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു അൺബോക്സിങ് അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിൽവർ പ്ലേ ബട്ടൻ്റെ ഒരു അൺബോക്സിങ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു പിന്നെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ നമുക്ക് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ വീഡിയോസ് കാണുന്ന, അതേപോലെ തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഒരു ജേണി ഒന്ന് ചുരുക്കി. അതെ, ഇപ്പോൾ നേരത്തെ ഷാഫിക്ക സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞല്ലോ, 100ൽ നിന്ന് 100Kയിലേക്ക് നമ്മൾ എത്തിയത്. ആ 100K ഒരു എന്താ പറയാ അടയാളമാണ് പ്ലേ ബട്ടൺ. അതിനപ്പുറത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു നമ്മളുടെ ഒരു അൽഹംദുലില്ലാഹ് നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റിയ ഒരു ഡെപ്ത്, ആ ഒരു വളർച്ച, അത് കാണിച്ചു തരുന്ന ഒരു സൈനായിട്ട് ഇത് നിലനിൽക്കുന്നത്. ആ ഒരു യാത്ര സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. ആദ്യത്തെ എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ ആദ്യത്തെ അതിൻ്റെ വളർച്ചകളൊക്കെ വളരെ മന്ദഗതിയിലായിരുന്നു. നമ്മൾ പല രീതിയിൽ സ്കാറ്റേർഡ് ആയിരുന്നു, പല രീതിയിലായിരുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ആയതും അതിൻ്റെ ഒരു കുത്തനുള്ള വളർച്ച ഉണ്ടായതൊക്കെ
വളരെ അടുത്താണ്. അതെ. അപ്പൊ ശരിക്കും ആ ജേണി ഒരുപാട് പ്രേക്ഷകർ അറിയുന്ന ഒരു ജേണി ആയിരിക്കും. ശരിക്കും ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പേര് എല്ലാവർക്കും അതായിരിക്കും കൂടുതൽ ഫെമിലിയർ. അൺമാസ്കിംഗ് എത്തീസം എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അതാണ് വിളിക്കുന്നത്. UA എന്നുള്ളതായതുകൊണ്ട് പിന്നെ രണ്ടിനും ഉപയോഗിക്കാം, പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഈ പിന്നെ പേര് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് NM ഹുസൈൻ്റെ അടക്കം നമ്മൾ നടത്തിയിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം എത്തീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച വേണം എന്നുള്ളൊരു ചർച്ചയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ യാസർക്കൊക്കെ കൂടി ഒരു നമ്മുടെ സലാഹുക്ക യാസർക്കൊക്കെ കൂടി ഒരു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് അൺമാസ്കിംഗ് എത്തീസ് എന്ന് പറഞ്ഞു. ഇപ്പോഴും അതേ പേര് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ അന്ന് പ്രധാനമായിട്ടും എഴുതിയിരുന്നത് ഒന്ന് സലാഹുക്ക, യാസർക്ക. അന്ന് യാസർക്ക കുറച്ച് നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ അൽത്താഫ്ക, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഡോക്ടർ ജൗസൽ അന്ന് മുതൽ ഇതുവരെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് പിന്നെ പല വിഷയങ്ങൾ ഇസ്ലാം വിമർശനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എഴുത്തൊക്കെ ആയിട്ട് മുന്നോട്ട് പോരുന്നത്. ആ സമയം ശരിക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൂടെ വളരെ വ്യാപകമായിട്ട് അത്രയും വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊരു റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ഫേസ്ബുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു ഓർക്കൂട്ടിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയ ഒരു കാര്യമായി ഒരു മറ്റേ മലയാളികളുടെ ജീവിതത്തിന്റെ ഒരു പ്രതലത്തിലേക്ക് കയറി വരുന്നതും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ആക്സസ് ആകുന്നതൊക്കെ അപ്പോഴാണ്. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ സജീവമല്ല, കുറച്ച് ചെറിയ രീതിയിലുണ്ടെങ്കിലും ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ലോകത്താണ് ആക്ച്വലി അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഉള്ളത്. ആ സമയത്ത് അവിടെ എല്ലാ മേഖലകളിലും ഇവർ ചെയ്യുന്ന പോലെ തന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ എന്ത് ചെയ്യാണ് ഇസ്ലാമിനെ പൊതുബോധം സെറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ എത്തി എന്നുള്ളതാണ് എന്റെ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, VT ബൽറാം പോലും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ കമന്റ് ഒക്കെ ഇടാറുണ്ട്, ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതിന് തിരിച്ചിപ്പോ അന്ന് റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങളായി, അതിന്റെ റീച്ച് കുറഞ്ഞു. അങ്ങനെ ഇപ്പോഴും ആ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതും ഒരു സാധാരണ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. കുറച്ച് മറുപടികൾ നമ്മൾ എഴുതും. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ സമദിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് കുറച്ച് ട്രോള് ഇറക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് ട്രോളുകളൊക്കെ പോസ്റ്റ് കണ്ടു. അപ്പോഴാണ് നമ്മൾ നമ്പർ വാങ്ങുന്നതും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സമദ് നമ്മുടെ ടീമിലേക്ക് വരുന്നു. ശരിക്കും നമ്മളെ ഈ ഒരു ടീമിന്റെ ജേണി പരിശോധിച്ചൊക്കെ എല്ലാവരും ഓർഗാനിക് ആയിട്ട് എത്തിയതാണ്. ഓരോ സമയങ്ങളിലേക്ക് നമ്മളൊരു ടീം ഉണ്ടാക്കണം, ഓക്കെ നാളെ പോയിട്ട് ആൾക്കാർ അങ്ങനെയല്ല, ഓർഗാനിക്കായി ഓരോ ആളുകൾ വന്ന്. അപ്പൊ ആദ്യം സമദ് അങ്ങനെയാണ് നമ്മുടെ ഒരു ടീമിലേക്ക് വരുന്നത്. ആദ്യം ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഏറ്റവും തുടക്കം തൊട്ട് തന്നെ സമദും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കാലം അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് ഹിലാല് ആ സമയത്ത് അയ്യ ജബ്ബാറിന് മറുപടിയൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഷാവുൽക്ക അത്യാവശ്യം നല്ല രീതിയിൽ ജസ്ല ഷാവുൽക്ക പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഷാഹുല്, ഹിലാല്, സമദ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പിന്നെ സലാഹുക്ക, യാസർക്ക, അൽത്താഫ്ക, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫേസ്ബുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പോയി. കാര്യമായി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഒരു ആളുകൾക്ക് അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് അവിടെ സോഴ്സ് ഉണ്ടായിരുന്നു. ജൗസൽ ഡോക്ടറൊക്കെ ഒരുപാട് പോസ്റ്റുകൾ സീരീസ് ഇപ്പോഴും തുടർന്നു. അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ അതെല്ലാം കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾക്ക് മറുപടി അതിൽ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ പെട്ടെന്ന് ക്ലബ് ഹൗസ് വരുന്നത്. അതാണ് മൊത്തത്തിൽ നമ്മുടെ ടീമിനെ മാറ്റിമറിച്ചത്. ക്ലബ് ഹൗസ് പ്ലസ് ക്ലബ് ഹൗസിന്റെ ആ ഒരു പ്രതലം എന്ന് പറഞ്ഞാൽ അത് കോവിഡിന്റെ സമയമാണല്ലോ. ആളുകൾ മൊത്തം വീടിനുള്ളിലാണ്, ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ക്ലബ് ഹൗസും വന്നു, പ്ലസ് ആൾക്കാരുടെ ടൈമും കിട്ടി. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞ് അതിലേക്ക് കയറുമ്പോഴേക്ക് അവിടെ മൊത്തം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഇവർ ശരിക്കും ആ വിഷയത്തിൽ വരെ ശരിക്കും അഭിനന്ദിക്കണം. എവിടെയൊക്കെ പറ്റും അവിടെയൊക്കെ പോയി പിത്തനെ വരെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവും. അത്രയും വൃത്തികെട്ട ഭാഷയിലായിരുന്നു. ഒരു ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലബ് ഹൗസിന്റെ ഒരു പേജ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വൃത്തികെട്ട ടൈറ്റിലുകളിലുള്ള അനേകം പേജുകൾ കയറി ഇവർ തെറിവിളികളും ഇവരുടെ അസഭ്യം പറച്ചിലുകളും അശ്ലീലം പറച്ചിലുകളും തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലബ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നതും നമുക്കും ഒരു റൂം തുറന്നാൽ എന്താ എന്ന് സ്പീക്കേഴ്സ് കോർണർ മലയാളം എന്നുള്ളൊരു പേര് വരുന്നത് അങ്ങനെയാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ആദ്യം നേരത്തെ പറഞ്ഞ ഷിയാദ് ഷദീദ്, അതുപോലെ തന്നെ ഞാൻ, സമദ്, അജ്മൽ ക, അതുപോലെ തന്നെ നദീം ക, സലാഹുക്ക ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ആദ്യം മതമില്ലാത്ത ലോകം. ഇപ്പോഴും നമ്മുടെ ചാനലിൽ ആ ഒരു ചർച്ച ഉണ്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ചർച്ച. അന്ന് കുറേ ആളുകൾ വന്നു, കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തു.
അങ്ങനെയാണ് ചർച്ചകൾ തുടങ്ങുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഈ തെറിവിളികൾക്കും അതുപോലെ തന്നെ ആക്ഷേപങ്ങൾക്കും ഒരു മറുശബ്ദം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതെ, ഇപ്പോൾ ഫേസ്ബുക്കിൽ മറ്റവർക്ക് ഭയങ്കര റീച്ച് ആയതിനു ശേഷം നമ്മൾ ഓൾട്ടർനേറ്റ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ആ റീച്ചിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ക്ലബ് ഹൗസ് ഫ്രഷ് ആയതുകൊണ്ട് തുടങ്ങുന്നവർക്കൊക്കെ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ വിഷയവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മറുപടികൾ നമുക്ക് നൽകാൻ പറ്റിയെന്നുള്ള കാര്യവും ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു എന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ആ ഒരു വിശാലമായിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ ഇടിച്ചു കയറുന്നത് ആക്ച്വലി ക്ലബ് ഹൗസ്. മാത്രമല്ല നമ്മുടെ ഒരു പ്രത്യേകത അന്ന് ഉണ്ടായിരുന്നത്, അന്ന് എല്ലാ ഈ ഇത്തരം റൂമുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ വർത്തമാനവും ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത നമ്മൾ നടത്തിയ ചർച്ചകൾ ഇപ്പോഴും നമുക്കതിന്റെ റെക്കോർഡിങ്സ് കാണാൻ പറ്റും. ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അതെല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഈവൻ ഇപ്പോൾ നിരീശ്വരവാദി നേതാക്കന്മാരടക്കം വന്നിട്ട് മുഹമ്മദ് ഖാനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് വളരെ എന്താ പറയുക സൗമ്യമായി വളരെ ആരോഗ്യപരമായുള്ള ചർച്ച ഇവിടെ നടക്കും. ഇവിടെ മാത്രമാണ് അങ്ങനെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ പറയും 2 മണിക്കൂറാണ് ചർച്ച, ആ സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു ചർച്ചയുടെ രൂപം, ഒരു മാന്യമായ ഒരു സംവാദ സംസ്കാരം ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നമ്മളായിരുന്നു. അപ്പോൾ ആ നിലക്ക് ക്ലബ് ഹൗസിൽ കുറച്ച് മാന്യതയുള്ള ആളുകൾക്ക് പിന്നെ വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമായി സ്പീക്കേഴ്സ് കോർണർ മാറി എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ ക്ലബ് ഹൗസിന്റെ കൂടെ നമുക്ക് കിട്ടിയ കുറച്ച് മുത്തുകളാണ്. പിന്നെ ബാക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ സാരിഫ് കണ്ട്, അതുപോലെ തന്നെ സയൂബ് ക, അതുപോലെ അങ്ങനെയുള്ള അതെ. അപ്പോൾ അങ്ങനെ ഷാനു, യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, ക്ലബ് ഹൗസിൽ നമ്മുടെ ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളാരും ഞങ്ങൾ തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടല്ല, ഒരു ചർച്ചക്കൊരു വിഷയം വെക്കും, അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് നോക്കും, എന്നിട്ട് റൂം തുറക്കും. അതിൽ നന്നായി സംസാരിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യും, ഈവൻ നമ്മളാണ് അഡ്മിൻസ് എന്നുണ്ടെങ്കിലും നന്നായി സംസാരിക്കുന്നവരാണ് അവർക്ക് ചർച്ച. സത്യം പറഞ്ഞാൽ കുറെ ആളുകൾ നമ്മളുടെ ഒരു എല്ലാത്തിനും ഒരു ഡിസ്കഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ മറ്റോ വന്നിട്ടോ നമ്മളോട് മുന്നേ കോൺടാക്ട് ചെയ്തിട്ടോ അല്ല പല ആൾക്കാരും നമ്മുടെ സർക്കിളിലേക്ക് എത്തുന്നത്. ഒരു ചർച്ചയ്ക്കിടയിൽ ചിലപ്പോൾ ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് നന്നായിട്ട് മറുപടി എടുക്കുന്നുണ്ടാവും, അഗ്രസീവായ അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ മറുചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പിന്നെ അതിലൊരു പേഴ്സണൽ റൂം ചാറ്റ് ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി നമ്മൾ ചോദിച്ച് കോൺടാക്ട് വാങ്ങി പിന്നെ അവരോട് കോൺടാക്ട് ആവുന്ന, അങ്ങനെ വളരെ ഓർഗാനിക്കായി അങ്ങനെയും കുറച്ച് ആളുകൾ കൂടുന്നു. അങ്ങനെ നല്ല രൂപത്തിൽ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആളുകൾ ഈ തെറിവിളിയും മറ്റു സാധനങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മളും ചെയ്തു ഇതുപോലെ നമ്മുടെ ചർച്ചകളും യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ കുറച്ചൊക്കെ ഒരു ചലനം ഉണ്ടാകുന്നത്. അതിൽ ചലനമുള്ള പ്രധാന കാരണം നമ്മൾ ക്ലബ് ഹൗസിൽ യൂസ് ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിയും വിഷയങ്ങളുടെ സെലക്ഷൻ ആയിരുന്നു. അതായത് എത്രത്തോളം അഗ്രസീവ് ആണോ അവർ, അതിന് 2 പടി അഗ്രസീവായി അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും, അതേപോലെ തന്നെ അവർ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവരുന്ന ചോദ്യങ്ങളെ വളരെ കോൺഫിഡൻസ് ആയിട്ട് മറുപടി പറയാനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരാള് ഇപ്പോ മുസ്ലിം ആയാൽ ഷഹാത്തുൽ എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റേ എക്സ് മുസ്ലിം ആയാൽ ചിലരുടെ കാര്യമാണ് ആദ്യമായിട്ട് ആയിഷ റളിയല്ലാഹുവിനെ പറ്റിയിട്ടുള്ള വിവാഹത്തെ പറ്റിയിട്ട് തെറി പറയാന്നുള്ള കാര്യം. അങ്ങനെ അവരുടെ ഷഹാത്തായി പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനും മറുപടി പറയാൻ ഒരു വിശ്വാസം കഴിയില്ല എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റി നമ്മൾ കൊടുത്തിരുന്ന തമ്മിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ക്ലബ് ഹൗസിന്റെ റൂമിന്റെ ടൈറ്റിൽ പറഞ്ഞാൽ ആയിഷ വിവാഹം വിമർശകർക്ക് സ്വാഗതം, ആർക്കും വരാ ചോദിക്കാന്നുള്ളതാണ്. അത് വളരെ ഹെൽത്തി ഡിസ്കഷൻ ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരപ്പെട്ടിരുന്നു. ഇതേപോലെ അടിമത്തം പറ്റിയിട്ടുള്ള വിഷയത്തിൽ അമമക്ബർ സാഹിബ് അടക്കം പങ്കെടുത്ത ഒരു ഡിസ്കഷൻ ആയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ അതേപോലെ തന്നെ അന്ന് പ്രധാനമായിട്ടും തൊടാൻ പേടി എന്നുള്ള രൂപത്തിലുള്ള ഒരു വിഷയമായിരുന്നു LGBTQ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത് നമ്മുടെ ഒരു ചർച്ചയാണ്. LGBT ആക്ടിവിസം എന്നുള്ള പേരിൽ ഒരു ചർച്ച ഇപ്പോഴും അത് അവൈലബിൾ ആണ്. കുറെ ആൾക്കാർ വിചാരം നമ്മളെ മതം അല്ലെങ്കിൽ എത്തീസം ഈ വിഷയങ്ങളിലും സംസാരിക്കുന്ന അറിയാത്ത ആൾക്കാർക്ക് പോലും നമ്മളെ LGBTQ വിഷയത്തിൽ എന്തോ ആൾക്കാരാന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അത് ഏതോ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, LGBTQ-നെതിരെ സംസാരിക്കാനായിട്ടൊരു ടീമുണ്ട്, നമ്മളെ ഇടയിൽ വന്നൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് പോലും മാറിയ വിഷയമായിരുന്നു LGBTQ എന്ന് പറയുന്നത്. ആ വിഷയം സ്റ്റാർട്ട് ചെയ്തു ക്ലബ് ഹൗസിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ ചർച്ച തുടങ്ങുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ ജൗഹർക്കൊക്കെ ആ സമയത്ത് നമ്മുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ ചർച്ച തുടങ്ങുമ്പോൾ നമുക്ക് ഇത് തീരെ പരിചയമില്ല. നമ്മൾ കുറെ വിഷയങ്ങൾ വായിക്കാനും പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു ചർച്ച സംഭവം ഇല്ല, മറ്റവരിങ്ങനെ ഏകപക്ഷമായിട്ട് പറയാന്നല്ലാതെ. അപ്പോൾ അന്ന് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊക്കെ എന്തായിരിക്കും ശാസ്ത്രീയമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള പഠനങ്ങളൊക്കെ ഏതായിരിക്കും, എന്തൊക്കെ അവർ ഉദ്ധരിക്കും, അതിനൊക്കെയുള്ള പിന്നെ എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളതൊക്കെ നമ്മളെല്ലാം സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചർച്ച തുടങ്ങുന്നത്. ചർച്ച തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ വന്നു, പക്ഷെ ഇവരുടെ കയ്യിൽ ഇവർ ഭയങ്കര ശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട അത്രയും കോൺഫിഡൻസ് ആ വിഷയത്തിൽ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചർച്ചയിലാണ്.
അതിനുശേഷമാണ് പിന്നെ നമ്മൾ ശേഖരിച്ച പോയിന്റുകളേക്കാൾ അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ മനസ്സിലായപ്പോഴാണ് നമുക്ക് ശരിക്കും ആ വിഷയത്തിലുള്ള കോൺഫിഡൻസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പിന്നെ സംവാദങ്ങളിലേക്ക് അടക്കം പിന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബോധ്യം, അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരിങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാന്നല്ലാതെ അങ്ങോട്ട് ചോദിക്കുന്ന പരിപാടി പൊതുവെ ഇല്ലായിരുന്നു. അങ്ങനെ അതാണ് പ്രത്യേകിച്ച് സയൂബ്ക്കൊക്കെയാണ് അതിൽ, പ്രത്യേകിച്ചും സയൂബ് ഖാ സാരിഫ്ക്കൊക്കെ ആണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംസ്കാരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് എത്തിക്കുന്നത്. നിരീശ്വരവാദത്തിന് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ നിരീശ്വരവാദം ശരിക്കും ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, നിരീശ്വരവാദം ബൗദ്ധികമാണോ എന്ന് അങ്ങനെയുള്ള ഒരുപാട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ചകൾ പിന്നീട് അവർക്ക് ശരിക്കും നന്നായി കൊണ്ടു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവസാനം EA ജബ്ബാർ വരെ നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഷാഹുലിന്റെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ വയറ് നിറച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഞാന് നിരീശ്വരവാദി ഒന്നും അല്ല ബാസിലെ നിരല്ലാഹുവാദിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നിരീശ്വരവാദിയല്ല, നിരല്ലാഹുവാദിയാണ്. പിന്നെന്താ, ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തിന് അപ്പുറത്ത് പോയാൽ വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വളരെ മനോഹരമായ തിയറികൾ. രസകര കാര്യം എന്താ വെച്ചാല് EA ജബ്ബാർ നമ്മുടെ കൂടെ ചർച്ചക്ക് വന്നിട്ട് പിന്നെ അവസാനം മുപ്പര് ഇറങ്ങിപ്പോയല്ലോ ഷാഹുലിന്റെ അടുത്ത്. വേറെ റൂം തുടങ്ങിയിട്ട് അന്ന് ജസ്ലൊക്കെ ഉണ്ടായിരുന്നു. വേറെ റൂം തുടങ്ങിയിട്ട് അവിടെ ഒരു സമാധാനിപ്പിക്കൽ റൂം. എന്നിട്ട് അവിടെ ജസ്ലൊക്കെ പറയാണ്, എന്തിനാണ് മാഷി അവിടെ പോയത്, ഞങ്ങൾ പറഞ്ഞതല്ലേ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് പോയത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നമുക്ക് ശരിക്കും അതിന്റെ ഇടയിൽ കിടങ്ങളായി നിൽക്കുന്ന മുഹമ്മദ് ഖാൻ ടാർ പറയുന്നുണ്ട്, എങ്കിലും മാഷ് പറഞ്ഞ 2 പോയിന്റുകൾ ഇങ്ങോട്ട് ഒരുപാട് സിക്സുകൾ കിട്ടിയെങ്കിലും 2 ബോളുകൾ നന്നായി അപ്പൊ അങ്ങനെയുള്ള കുറെ രസകരമായ രംഗങ്ങൾ അതിലുണ്ട്. അതൊക്കെ ഇപ്പോഴും അതേപോലെ റെക്കോർഡ് ചെയ്ത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടിൻജൻസി മുതൽ ബുറാക്ക് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒറ്റ പ്രോഗ്രാമായി നടത്തിയ ഏറ്റവും നല്ല പ്രോഗ്രാം ഇപ്പോഴും കണ്ടന്റ് വൈസ് അതാണ്. അതായത് ഇസ്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന ദൈവമുണ്ടെന്ന് മുതൽ പ്രവാചകത്വം വരെയുള്ള മനോഹരമായ രീതിയിൽ ഓരോ ആളുകളും വിഷയങ്ങൾ ഡിവൈഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന നല്ല അങ്ങനത്തെ ഒരുപാട് വളരെ ഫ്രൂട്ട്ഫുൾ ആയ കണ്ടന്റ് ഡെപ്ത് ഉള്ള ഒരുപാട് ഡിസ്കഷനുകളും, അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നുണയും വെറുപ്പൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ പൊളിച്ചെടുക്കുന്ന ഡിസ്കഷനുകളും, അവരുടെ വിമർശനങ്ങളെ ഇല്ലാതാക്കുന്ന ഡിസ്കഷനുകളും, അങ്ങോട്ടൊരുപാട് ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഡിസ്കഷനും. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണോ ആ വിശാലമായ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബേസ് ഉണ്ടാക്കിയ, ഏറ്റവും നല്ലൊരു പ്രതലം ഉണ്ടാക്കിയ ഒരു ഇടവും ഒരു കാലവും ആയിരുന്നു ക്ലബ് ഹൗസ്. അന്ന് തന്നെയായിരുന്നു ജൗഹർ ജമാനെ പോലെയുള്ള UK ജൗഹർ ജമാനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അമൽ ബാസിത്ത്, US അമൽ ബാസിത്ത്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായിരുന്നു, ചർച്ചയുടെ ഭാഗമായിരുന്നു. അവർ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം നമ്മുടെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവാറില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ പോയി. അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചർച്ചകൾ മാത്രം അപ്ലോഡ് ചെയ്ത് പോകേണ്ട ഒരു രൂപമല്ല എന്ന് പിന്നെയാണ് നമുക്ക് കുറച്ചും കൂടി ചെയ്യേണ്ടത് എന്നുള്ളത് തോന്നലുണ്ടാവുന്നത്. അങ്ങനെ എന്നാൽ അതേ സമയത്ത് ഈ ക്ലബ് ഹൗസിന്റെ ഒരു പീക്ക് കഴിഞ്ഞു. ഇപ്പോഴും ക്ലബ് ഹൗസ് അവിടെ ഉണ്ടാവുന്നതാണ്, ആപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പൊ ഏതായാലും പക്ഷെ അതിൽ ആളുകൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയം, കോവിഡിന്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ പോയപ്പോൾ നമ്മളും എന്ത് ചെയ്തു, അത് നിർത്തി. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലേക്ക് കൂടുതൽ കുറച്ചുകൂടി സസ്റ്റെയിൻ ചെയ്യുന്ന സാധനമാണല്ലോ യൂട്യൂബ്. നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് നിലനിൽക്കുന്നതാണെന്നുള്ളത് നമ്മൾ പിന്നെ കൂടുതൽ യൂട്യൂബിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പൊ യൂട്യൂബ് തുടങ്ങിയപ്പോഴും നമ്മൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ മൊബൈലിൽ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പരിപാടികളുടെ വേറെ പ്രോഗ്രാംസിന്റെ വീഡിയോസ്, അതേപോലെ തന്നെ ഷോർട്സ്, അങ്ങനെയുള്ള പിന്നെ അതിന്റെ കൂടെ നമ്മൾ ചെയ്തത് കുറച്ച് വർക്ക്ഷോപ്സ് കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തു. പിന്നെ ഉള്ളത് കുറച്ച് ക്യാമ്പസ് പ്രോഗ്രാം, MESലൊക്കെ നടത്തിയിട്ടുള്ള ക്യാമ്പസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അതിന്റെ കൂടെ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ എന്ത് ചെയ്തു, കുറച്ച് പിന്നെ ഡിബേറ്റുകളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടാൻ, മൈത്രേനുമായിട്ട് ശീതൽ ശ്യാമായിട്ടുള്ള ഡിബേറ്റ്, അങ്ങനെയുള്ള അതിന്റെ ഒക്കെ മുമ്പാണ് ശരിക്കും മുഹമ്മദ് ഖാനുമായിട്ടുള്ളതാണ് ആദ്യം നടന്നത്. ശരിക്കും അത് പല ആളുകൾക്ക് അത് അവരുടെ ചാനലിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയതാണ്. അതായത് അവര് വിളിച്ചു, നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ചാനലിൽ അവരുടെ ക്യാമറയുടെ മുമ്പിൽ മാത്രമായിട്ട് നമ്മൾ നടത്തിയൊരു ഡിബേറ്റാണത്. അപ്പോൾ അതാണ് ആദ്യം ഷാഹുലിന്റെ ഡിബേറ്റ് ആയിരുന്നു. പിന്നെ എന്നെ പിന്നെയും വിളിച്ചു. പിന്നെ ഷാഹുലിന്റെ ഡിബേറ്റിൽ ഷാഹുൽ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ചോദിച്ചിട്ട് ഒന്നുകൂടി പോയി. അങ്ങനെയുള്ള 3 ചർച്ചകളാണ്. മൂന്നാമത്തെ ചർച്ചയുടെ അവസാനത്തെ ഭാഗത്ത് മുഹമ്മദ് ഖാൻ വല്ലാതെ ഒരു പ്രയാസം ഉണ്ടായതുകൊണ്ട് അപ്പൊ ഏതായാലും അത് വിട്ടിട്ടില്ല. അത് ബാക്കിയുള്ള എല്ലാ ചർച്ചകളും നമ്മൾ എന്തിട്ടുണ്ട്, ഡിബേറ്റുകളെ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന് ഒരു കാര്യമായൊരു ചലനം ഉണ്ടാക്കിയത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പബ്ലിക് റിയാക്ഷൻ, സ്വവർഗരതി തെറ്റാണോ എന്ന് ചോദിക്കുന്ന ഒരു പബ്ലിക് റിയാക്ഷൻ. 2 വിഷയം, സ്വവർഗരതിയും പിന്നെ ഇതുണ്ടായിരുന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടായിരുന്നു. ഒന്നാമത്താണ് കത്തിയത്. സ്വവർഗരതിയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. അത് ആ പബ്ലിക് റിയാക്ഷൻ കത്തി എന്നുള്ളതിനപ്പുറത്ത്
അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പാനലിസ്റ്റുകൾ എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നന്ദി നമ്മൾ പറയേണ്ടത് 2-3 ആളുകളുണ്ട്. ഒന്ന് മല്ലു അനലിസ്റ്റ്, അതേപോലെ തന്നെ ഉണ്ണി സിനിഫൈൽ, ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ആള്, പിന്നെ JBI എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് താല്പര്യം തോന്നുമ്പോൾ വാങ്ങി പോകുന്ന രണ്ടെണ്ണം പറഞ്ഞു എന്നിട്ട് വാങ്ങിപ്പോ ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊരു കലാപരിപാടിയായിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വളരെ ചുരുങ്ങിയൊരു സർക്കിളിലായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. അത് ഇവരങ്ങോട്ട് മാറ്റി. നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് അങ്ങനെ ചുരുങ്ങി നിൽക്കേണ്ട ഒരു ചാനലല്ല. ഓലും ഒരു തുറന്നു വരച്ചിലായിരുന്നു. ഓല് കുറെ സിനിമ റിവ്യൂകളിലൂടെയൊക്കെ ഇത്തരം ജെൻഡർ ന്യൂട്രാലിറ്റിയും അതേപോലെ തന്നെ ഈ മോഡേൺ എന്ന് പറഞ്ഞു വരുന്ന സകല അബദ്ധാശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഓലിത് എക്സ്പ്ലിസിറ്റ്ലി പറയൂല, സിനിമ റിവ്യൂ പറയും, അതിന്റെ ഇടയിൽ കൂടെ സാധനം കയറ്റി വിടും. അപ്പൊ അവരെയും കൂടി ഇതെന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. അവരുടെ നിലപാടിനെ ശക്തമായി തുറന്നു പറയിപ്പിക്കുന്ന ഒരു സാധനമാക്കി. രണ്ടെന്ന് പറഞ്ഞാൽ ഒലി മൂവി റിവ്യൂലൂടെ ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ നിങ്ങളുടെ ചാനൽ അങ്ങനെ ചുരുങ്ങി നിൽക്കേണ്ടുന്ന ഏതാനും 1000-2000 അങ്ങനെ ചുരുങ്ങി നിൽക്കേണ്ടുന്ന ഒരു ചാനലല്ല. അത് നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വളരേണ്ട ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവരങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ 1-2 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ ചെയ്തു. നമ്മൾ മറുപടി കൊടുത്തു. ഏഷ്യാവിലെ ഇന്ന് കുറച്ച് ചെറിയ വീഡിയോസ് മറ്റേ കണ്ടന്റ് ക്രിയേറ്റ് ഒരു ഷോർട്ട് ഫിലിം ടൈപ്പ് സാധനം ചെയ്യുന്ന ചാനൽ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഇത്തരം അതിലെ തംബ്നെയിലുകളൊക്കെ ഓർമ്മ ഉണ്ടാവും. പുരുഷനും പ്രസവിക്കാം, അതേപോലെ തന്നെ ആർത്തവം പുരുഷനും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഗമനായിരുന്നു. അതിനെ നമ്മൾ മറുപടി കൊടുത്തു. പിന്നെ ഉണ്ണിക്ക് കൊടുത്തതിന് റിപ്ലൈ തന്നിട്ടില്ല. മല്ലുവിന് കൊടുത്തതിന് ആദ്യം കൊടുത്തതിന് റിപ്ലൈ തന്നു. പിന്നെ നമ്മൾ കൊടുത്തപ്പോൾ മതിയായി. JBI പിന്നെ കുറച്ച് 2 JBI 2 ആയിരുന്നു. അത് 1 തന്നു, നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞതിൽ നമ്മളെക്കുറിച്ച് അയാൾ പറഞ്ഞ ഒരു നുണ തിരുത്തി അത് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നു. അതിന് നന്നായി കൊടുത്തപ്പോൾ അത് തീർന്നു. പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് വാങ്ങി പോകുക എന്നുള്ളൊരു പരിപാടിയായി. അപ്പോൾ അങ്ങനെയാണ് ആ നിലക്ക് ഉള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ ഒന്ന് ചാനൽ ഒന്ന് ബൂസ്റ്റ് ആകുന്നത്. പക്ഷെ ആ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും അവരുടെ വീട്ടിൽ മൊബൈലിൽ ചെയ്ത വീഡിയോസ്. ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളാണ്. ഉണ്ണിക്ക് ചെയ്തത് മൂസിനായിരുന്നു, ഏഷ്യാവിലേക്ക് ചെയ്തത് ഞാനായിരുന്നു, JBIക്ക് ചെയ്തത് നിങ്ങളായിരുന്നു, മല്ലുവിന് ഷാഹുലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി. പിന്നെ ആ ഒരു പിന്നെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരുമിച്ചിരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ശരിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് പിന്നെ കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് നമ്മൾ വരുന്നത്. മറ്റൊരു പിന്നെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാനലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം അൽഹംദുലില്ലാ വളരെ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വ്യവസ്ഥാപിതമായിട്ട് കണ്ടന്റുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, റിയാക്ഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, മറ്റേ വീഡിയോ ക്വാളിറ്റിയും കാര്യമുള്ളത് കൊണ്ട് തന്നെ അത് ആൾക്കാരിൽ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ചാനലിന്റെ ഒരു വളർച്ച സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൂടുന്നത് ഈ ജൂണിന് ശേഷമുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഈ പറഞ്ഞ എപ്പോഴും നമ്മുടെ ചാനലിന്റെ താഴെ വരുന്ന ഒരു ഇതാണ്, വീഡിയോ ക്വാളിറ്റി ഒന്ന് റെഡിയാക്കി, മൈക്ക് ക്വാളിറ്റി ഒന്ന് റെഡിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അത് കുറച്ചൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റിയത് ഇതിന് ശേഷമായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോഡ്കാസ്റ്റ് തന്നെ ഇസ്ലാം വിമർശകരുടെ വർത്തമാനം എന്ന് പറഞ്ഞുകൊണ്ടല്ല, നമ്മുടെ ഷാഫിക്കയും അതുപോലെ നമ്മുടെ ഷുക്കൂർക്കയും ഷുക്കൂർക്ക ശരിക്കും പറഞ്ഞാൽ ക്ലബ് ഹൗസിന്റെ കാലം തൊട്ടേ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അതേപോലെ തന്നെയാണ് ഫേസ്ബുക്ക് കാലം തൊട്ട് സുഹൈലും നമ്മുടെ അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് സമയത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാത്തിന്റെയും തുടക്കത്തിലേക്ക് സുഹൈൽ റഷീദ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അത് ഈ ഇസ്ലാം വിമർശകർ, ഈ വെറുപ്പുപാതകർക്ക് വലിയ രൂപത്തിൽ അതിന് പ്രശ്നം ഉണ്ടാകുന്നു. ജബ്ബാർ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും ജാമ്യത വരെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും അതിനോട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ആ മേഖലയിലുള്ള എല്ലാവരും നമ്മുടെ ചാനൽ അറിയുന്നു. അതെ. അപ്പൊ അങ്ങനെ അതിനുശേഷം ആ പോഡ്കാസ്റ്റിന് മറുപടിയായിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞത് പൊതുവായിട്ട് ഇവർ നുണ പറയുന്ന ആളുകളാണെന്നുള്ളതാണ് നമ്മൾ ആ ഒരു പോഡ്കാസ്റ്റിൽ നുണ എവിടെ, ഏതാണ് നുണ, അത് നിങ്ങൾ പിൻ പോയിന്റ് ചെയ്ത് പറയണം എന്നൊക്കെ പറഞ്ഞു. ആ പൂതി നമ്മൾ തീർത്തു കൊടുത്തു. ഒരു നുണ സീരീസ് ആണ് നമ്മൾ തുടങ്ങി. കാരണം അത്രയും നുണ അതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് എത്ര എളുപ്പമല്ല. അപ്പൊ ഇപ്പോഴും നമുക്ക് ആ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ലൈവ് സീരീസ്, നുണ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഒഴിവിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് അതിൽ എണ്ണം കൂടാത്തത്. നുണന്റെ കുറവുണ്ടല്ല. അതെന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരും, എന്നിട്ട് ആ സമയത്ത് ഏതെങ്കിലും ഏറ്റവും അവസാനമുള്ള ജബ്ബാറിന്റെ അല്ലെങ്കിൽ ആരിഫിന്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, അതിൽ തന്നെ ഉണ്ടാകും കുറച്ച് നുണ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് സമയത്തിന്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകദേശം 10-25 പിന്നെ നുണകളായിട്ടുണ്ട്. അതിലൊരു ലീഡർ ബോർഡ് പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പ്രസിദ്ധീകരിക്കാം, കുഴപ്പമില്ല. ആരൊക്കെയാണ് നുണകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള നുണ സീരീസ് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ
പിന്നെ പലതരത്തിലുള്ള ഫാക്ട് ചെക്ക് സീരീസ് നമ്മൾ ചെയ്തു. രവിയൊക്കെ സ്ഥിരമായി പറയുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ അതിന്റെ ഫാക്ട് ചെക്ക് സീരീസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഫാക്ട് ചെക്ക് നോക്കി പിന്നിലേക്ക് പോകുമ്പോൾ ഒക്കെ അബദ്ധമായിരിക്കും എന്നുള്ള അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ആ ജേണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് മാറ്റിയിട്ടുണ്ട്. ഒരു ലെറ്റ്സ് ടോക്ക് അറ്റ് UA എന്നുള്ള പേരിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ചർച്ചകളിലേക്ക് ജോയിൻ ചെയ്യാം. പണ്ട് ക്ലബ് ഹൗസിൽ നടന്ന അതേ രൂപത്തിൽ തന്നെ, എന്നാൽ പിന്നെ ഓരോരുത്തർക്കായിട്ടൊക്കെ കയറി വരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നജീബ് കെ ഒക്കെ അല്ലെ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ക്ലബ് ഹൗസ് കാലം തൊട്ടേ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ യൂട്യൂബ് ചർച്ചകളിലും ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ തിരക്കില് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ, മറുപടികൾ വളരെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു. അതെ. അപ്പം ഏതായാലും ആ രൂപത്തിൽ നമ്മുടെ ഒരു ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നന്ദി പറയുന്നത് സർവശക്തനായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തന്നെയാണ്. കാരണം നമ്മൾ ആരും ഇതിൽ വലിയ എക്സ്പേർട്സോ അല്ലെങ്കിൽ വലിയ അറിവുള്ള ആളുകളോ അല്ല. എന്നാൽ ഇവരുടെ ഈ നുണപ്രചാരണവും അത് യാതൊരു തരത്തിലുള്ള ഒരു എല്ലാ സീമകളിലും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് കഴിയുന്ന രൂപത്തിൽ ഒന്ന് പ്രതികരിക്കുക എന്ന ഒരു ഉദ്ദേശമുള്ള ഒരുപാട് ആളുകൾ എങ്ങനെയൊക്കെയോ ഓർഗാനിക്കായി ഒത്തുചേർന്നു എന്നുള്ളത് എന്നാണ് നമ്മൾ അതെ. അപ്പൊ അതിന് പടച്ചവനോട് നന്ദി പറയണം. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ അത് എവിടേക്ക് എത്തൂല, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. നമ്മളുടെ ഒരു ചാനൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ വിചാരിച്ചു നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യാണ്, നിങ്ങൾ അത്രയും അടുത്താണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ ദൂരെ തന്നെയാണ് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാനുണ്ട്. പലരും പല ഭാഗത്താണെങ്കിലും ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അധികം ആളുകളുള്ളത്. എസ്പെഷ്യലി ഞാനും ബാസിലിക്കും മൂസിനും കുറെ അടുത്താണ്. അപ്പം അതില് നമ്മൾ ചെയ്യാറുള്ളത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ, ഏതെങ്കിലും മിക്കവാറും ഒരു ഞായറാഴ്ച ഒരു ദിവസം വന്ന് ഒരു 5-6 ദിവസത്തേക്കുള്ള ഒരു കണ്ടന്റ് ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് അത് ഓരോ ദിവസമായിട്ട് വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് ദുബായിലും ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രോങ് ആയി. അപ്പൊ അവിടെയാണ് നമ്മുടെ ഷാനു, അതേപോലെ തന്നെ ഷാഹുൽ, സാരിഫ് ക, നൗഫൽ ക, സലാഹു ക, ഇങ്ങനെയുള്ള ആളുകൾ, പിന്നെ ഇപ്പൊ അനീസ്കയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ അവിടെ സ്റ്റുഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ സ്റ്റുഡിയോകളിൽ, ഇവിടെ ചർച്ചകളിൽ ഒരു പുതിയൊരു എന്താ പറയാ ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയതാണ് അമീർക്ക. നമ്മൾ നോർമൽ ടോണിൽ നിന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് വേറെ വിമർശനമാണ്, കുറച്ച് അഗ്രസീവ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സംസാരം കേൾക്കുമ്പോൾ ഒരു അഗ്രസീവ്നെസ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മറ്റു പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അഗ്രസീവ് ആവാറില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ഹാർഷായി സംസാരിക്കാറില്ല. സംസാരിക്കുന്ന ആള് ആരോടാണ് നമ്മൾ പ്രതികരിക്കുന്ന ആളുകളുടെ നേച്ചറിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നേച്ചർ മാറാന്നുള്ളതാണ്. പരമാവധി അത് മാറ്റാനും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രമിക്കാറുണ്ട്. അഥവാ ഇങ്ങോട്ട് ഒരുപാട് തെറികൾ പറയുകയും ഇങ്ങോട്ട് വളരെ ഹാഷായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് പ്രതികരിക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലേക്കും സ്വാഭാവികമായിട്ടും ആ പ്രതികരണത്തിന്റെ ശൈലിയിൽ നമ്മൾ ആ ഒരു സാധനം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ മാറി വളരെ സൗമ്യമായി, എന്നാൽ അത്തരത്തിൽ പുതിയ വിഷയങ്ങളിൽ വളരെ ആഴത്തുള്ള മറുപടി കൊടുക്കാൻ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടലുകളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എക്സ് മുസ്ലിംസിനൊക്കെ ഡീൽ ചെയ്യുന്നതിൽ നമ്മളെക്കാൾ നന്നായി ജുനൈദും നമ്മുടെ കൂടെ ടീമിൽ ജോയിൻ ചെയ്തു. ഓസ്ട്രേലിയയിലാണ് ജുനൈദ് ഇപ്പം നമ്മുടെ കൂടെ നേരിട്ട് ഫിസിക്കലി ഇതുവരെ ഇരിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും ജുനൈദ് ഇപ്പം വീഡിയോസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ജുനൈദിൻ്റെതായ ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് വേറെയുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ. അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കടക്കാം. ഒന്നുമില്ല, നമുക്ക് യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ 100K ആകുന്ന സമയത്ത് തന്നെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഡിലേ കാരണമാണ് ഒന്ന് വൈകിയത്. അപ്പൊ ഏതായാലും നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യാം. എല്ലാവരും ഒന്ന് നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, മുഹ്സിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ മുഹ്സിനെ പ്രത്യേകം നമുക്ക് ബന്ധപ്പെടാം. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഹാമിദ്, നമ്മുടെ ക്യാമറയും അതുപോലെയുള്ള ഈവൻ കുറച്ച് എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഹാമിദും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, വിളിച്ച് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, നമ്മൾ ഏറ്റവും മുതിർന്ന പ്രായം കൂടിയ ഷാഫിക്കാണ് ഇത് ചെയ്യുന്നത്. സലാഹുക്ക ഉണ്ടായിരുന്നെങ്കിൽ സലാഹുക്കാണ് ചെയ്യുന്നത്. യൂട്യൂബിന്റെ വക എന്തോ റെക്കഗ്നൈസ് യുവർ ടീം, നമ്മുടെ ടീമിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രത്യേക ലെറ്റർ ഉണ്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? അതാരാ അറിയോ? യുവർ 100,000 എന്നൊക്കെ അറിയാന്ന് വെച്ചിട്ട് എന്തായാലും നീൽ മോഹൻ
യൂട്യൂബിന്റെ CEO. സിഒന്റെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ വേറെന്തത്, കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കണ്ടൊരു ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, അതും കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ സാധനം. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ സാധനം, സിൽവർ പ്ലേ ബട്ടൺ. മുമ്പ് യൂട്യൂബ് ഇതിനൊക്കെ വലുത് കൊടുത്തു. വലുതായിരുന്നു ഇപ്പൊ തോന്നുന്നു. ചെറുതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു വിനയം തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് സമർപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ ഏതായാലും നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് വെക്കാം അല്ലേ, നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടർ ഹാമിദിനെയും കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ എത്ര മനോഹരമായി പ്രവർത്തിക്കുന്ന ഹാമിദിന്റെ ഒരു കൈ അതിന്റെ മുന്നിലാണ്. ഓക്കെ, അപ്പൊ ഹാമിദിനെയും കൂടി കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാമിദ്. അപ്പോ അല്ല, ഈ ഒരു സമയത്ത് വേറെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടാണ്ടാണ് ഷാനു അല്ലേ? അതെ, ഷാനുവിനെ പോലെ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, ഷാഹുൽ, സുഹൈൽക്ക, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആളുകളെ വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു ടീം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അവസാനമായി ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ ഈ ഒരു പ്രവർത്തനം, അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പങ്ക് വളരെ അനിവാര്യമാണ്. ഇൻഷാ അല്ലാ അത് ഇനിയും ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.